കടുത്ത ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുകയാണ് അബൂ ത്വാലിബിൻ്റെ വീട്. അദ്ദേഹത്തിന് 4 മക്കളുണ്ട്, പ്രായമായി മാറിയിട്ടുണ്ട്, കാര്യമായിട്ട് സമ്പാദ്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലും അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും കുടുംബവും. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻത്ത് അസദ്, മക്കളായിരുന്ന താലിബ്, അഖീൽ, ജാഫർ, അലി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ 4 മക്കളും. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ ജീവിതം ഇങ്ങനെ അവർ നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ അന്ന് ഖദീജ ബീവിയെ വിവാഹം കഴിച്ചുകൊണ്ട് കാര്യമായിട്ട് സാമ്പത്തിക നേട്ടങ്ങളിൽ കഴിയുന്ന സമയമാണ്. അത്രയും സമ്പന്നരായ ഖദീജ ബീവിയെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ സമ്പത്ത് മുഴുവനും അവർ പ്രവാചകന് നൽകിയിരുന്നു. അതിൻ്റെ വിശദമായ ചരിത്രമൊക്കെ നമ്മൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തുടക്കം മുതൽ അവസാനം വരെ അവതരിപ്പിക്കുന്ന നമ്മുടെ മുഹമ്മദ് സീരീസിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖദീജ ബീവിയുടെ വിവാഹം കഴിഞ്ഞതോടുകൂടെ വളരെ സാമ്പത്തികമായി വളരെ നേട്ടത്തിലായിരുന്നു പ്രവാചകൻ. അതുകൊണ്ട് തന്നെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, അബൂ ത്വാലിബ് വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവരെ ഇപ്പോൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ മേലിലാണ്. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിൻ്റെ വിയോഗശേഷം പ്രവാചകൻ അത്രമേൽ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും ഒക്കെ ഈ അബൂ ത്വാലിബും ഭാര്യയായിരുന്ന ഫാത്തിമ ബിൻത്ത് അസദുമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്രമേൽ ആത്മബന്ധം അവരോടുണ്ടായിരുന്നു. അവരുടെ സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും പ്രവാചകനെ ഊട്ടാൻ അവർ മറക്കുമായിരുന്നില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഒരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂ ത്വാലിബിൻ്റെ വീട്ടിലേക്ക് ചെന്നുകൊണ്ട് തങ്ങളുടെ ഓരോ മക്കളെ ഞങ്ങൾ 2 പേരും വീതം ഏറ്റെടുത്തിട്ട് പരിപാലിക്കാം, അതുകൊണ്ട് ആ ചെലവുകളൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെയും അബ്ബാസ് റളിയല്ലാഹു അൻഹു ജാഫർ റളിയല്ലാഹു അൻഹുവിനെയും ഏറ്റെടുക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പം മുതലേ ഖദീജ ബീവിയുടെയും പ്രവാചകൻ്റെയും കൂടെ വീട്ടിൽ വളരുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്ത് വളർത്തിയ അബൂ ത്വാലിബിൻ്റെ പ്രിയപ്പെട്ട മകനായിരുന്ന ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരുപാട് മനോഹരമായ അധ്യായങ്ങൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അബിസീനിയയിലേക്ക് പോകുന്ന ആദ്യ സംഘത്തിൻ്റെ നേതാവായിരുന്നു ജാഫർ റളിയല്ലാഹു അൻഹു. അത് കഴിഞ്ഞ് മൂത്ത യുദ്ധത്തിലേക്ക് വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വിയോഗ വാർത്ത അറിഞ്ഞിട്ട് വിതുമ്പിക്കരയുന്ന അവരുടെ ഏറ്റവും വേദനയേറിയ രംഗവും ഈ ചരിത്രം തന്നെയാണ് നമ്മെ കാത്തിരിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അത്രയും പ്രിയപ്പെട്ട അബൂ ത്വാലിബിൻ്റെ മകനായി വളർന്നത് കൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ തന്നെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അസ്മാ ബിൻത്ത് ഉമൈസ് റളിയല്ലാഹു അൻഹയാണ് അവർ വിവാഹം കഴിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഖുറൈശികളിൽ നിന്ന് കാര്യമായിട്ടുള്ള പ്രലോഭനങ്ങളും അക്രമങ്ങളും ഒക്കെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചതോടുകൂടെ ജാഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഏറ്റുവാങ്ങുന്നു. അങ്ങനെയാണ് അന്നത്തെ അബ്സീനിയ, ഇന്നത്തെ എത്യോപ്യയിലേക്ക് അവർ പലായനം ചെയ്യുന്നത്. ഇസ്ലാമിക ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ആരാധനകർമ്മങ്ങളിൽ മുഴുകാൻ സാധിക്കുന്നില്ല എന്നതൊക്കെയായിരുന്നു അവർ നേരിട്ടിരുന്ന പ്രധാന പ്രശ്നം. അതുകൊണ്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബിസീനിയയിലെ നജ്ജാശി രാജാവിനെ പറ്റി അവിടെ എല്ലാവിധ മതക്കാരും വളരെ സൗഹാർദ്ദപരമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നും അവർക്ക് രാജാവ് എല്ലാവർക്കും അവർക്ക് സംരക്ഷണം നൽകുന്നുണ്ടോ എന്നതിൻ്റെ പേരിലാണ് അവരോട് അബിസീനിയയിലേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവാചകൻ കൽപ്പിക്കുന്നത്. പലായനം, നാട് വിട്ടു പോവുക, ഹിജ്റ എന്നതൊക്കെ നമ്മൾ ആ ചരിത്രകാലത്ത് അല്ലെങ്കിൽ ആ 6-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്ര രേഖകൾ വെച്ച് വായിക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ ഒരു സ്കെയിലിലാവരുത് അളക്കുന്നത്. അന്നത്തെ കാലത്ത് നാട് വിട്ടു പോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്രമേൽ വേദനിപ്പിക്കുന്ന രംഗമാണ്. കാരണം അന്നത്തെ കാലത്തുള്ള മനുഷ്യർ ഒരേ സ്ഥലത്ത് ജീവിച്ച് അതേ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ആളുകളാണ് അധിക പേരും. അവരുടെ ഗോത്രം, അതിൻ്റെ ചുറ്റുപാടുകൾ വിട്ടിട്ട് അവർക്കൊരു മറ്റൊരു ലോകമില്ല എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം മറ്റൊരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ
നമ്മുടെ ഗോത്രവും നമ്മുടെ ആളുകളും ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സംരക്ഷണം നഷ്ടപ്പെടും എന്നുള്ളതായിരുന്നു അതിൻ്റെ പിന്നിലുണ്ടായിരുന്ന പ്രധാന കാരണം. ഇന്നത്തെ കാലത്ത് പോലെ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സംരക്ഷണമായിട്ട് അവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ സംരക്ഷണം അതൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോത്രം എവിടെയാണോ അവിടെ നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ മക്കളായിട്ട് അവിടെ താമസിച്ച് മരിക്കുന്നു എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് മറ്റൊരു നാട്ടിലേക്ക്, സംരക്ഷകരാരുമില്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് ചെല്ലുക എന്നുള്ളത് അത്രത്തോളം വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. മാത്രമല്ല, താൻ അത്രയും കാലം സമ്പാദിച്ച സമ്പത്ത് മുഴുവനും ഈ നാട്ടിലിട്ടിട്ട് പോവണം. കാരണം അവരുടെ കാലത്തുണ്ടായിരുന്ന സമ്പത്തുകൾ മുഴുവനും തോട്ടങ്ങളോ കൃഷിത്തോട്ടങ്ങൾ മൃഗങ്ങളൊക്കെയാണ്. അതെല്ലാം നമുക്ക് എടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത്, അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ആരും കാണാതെ അതീവ രഹസ്യമായി നാട് വിട്ടു പോവുക എന്നുള്ള സാഹചര്യത്തിൽ ഇത്രയും കാലത്തെ തൻ്റെ സമ്പാദ്യങ്ങളൊന്നും എടുത്തിട്ട് പോവുക എന്നുള്ളത് അസാധ്യവുമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സമ്പത്തും ഇവിടെ ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അക്കാലത്ത് നാട് കടത്തുക എന്നുള്ളത് ഒരു ശിക്ഷാരീതി പോലുമായിട്ട് മാറിയത്, ഇത്രമേൽ പ്രതിസന്ധികൾ നിറഞ്ഞതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഹിജറ പോകുന്നവർക്ക് അത്രമേൽ പ്രതിഫലവും ഇസ്ലാം കൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും അസ്മാ ബീവിയൊക്കെ അവരുടെ ഒരു സംഘം ഈ അബ്സീനിയയിലേക്ക് യാത്ര തിരിക്കുന്നത്. അബ്സീനിയയിലേക്ക് പോകുന്ന ഒരുപാട് മനോഹരമായ സംഭവങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും അബ്സീനിയയിലേക്ക് യാത്ര പോകാൻ ഒരുങ്ങുന്ന യാത്രാ ഒരുക്കങ്ങളൊക്കെ നമ്മൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സീരീസിൽ നമ്മൾ സംസാരിച്ചതാണ്. എന്തുകൊണ്ട് അബൂബക്കർ തങ്ങൾ അന്ന് അബ്സീനിയയിലേക്ക് പോകുന്നില്ല, അദ്ദേഹത്തെ ആരാണ് അവിടെ മക്കയിൽ തടഞ്ഞു നിർത്തുന്നത്, തുടങ്ങിയ മനോഹരമായ ഒരുപാട് സംഭവങ്ങൾ ആ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും കാലെടുത്ത് വെക്കുന്നില്ല. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുൻപ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന പ്രവാചകൻ്റെ പ്രിയപുത്രി റുഖയ്യ ബീവിയോ ആണ് അതിനു മുൻപ് അബ്സീനിയയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവരുടെ കൂടെയാണ് പോയത് എന്നും പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ശേഷം ആദ്യമായിട്ട് പലായനം ചെയ്യുന്ന ദമ്പതിമാർ, ഈ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലായനം ചെയ്യുന്ന ദമ്പതിമാർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യ റുഖയ്യ ബീവിയാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ഈ സീരീസിലൂടെ ചർച്ച ചെയ്തപ്പോൾ അതിലൂടെ സംസാരിച്ചതാണ്. അങ്ങനെയാണ് ജാഫർ റളിയല്ലാഹു അൻഹു അങ്ങനെ അബ്സീനിയയിലേക്ക് നാട് വിട്ടു പോകുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നജ്ജാഷിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ നീതിപരമായ ഭരണകാര്യങ്ങളൊക്കെ പറ്റി പ്രവാചകൻ നേരത്തെ അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അബ്സീനിയ അവരുടെ പലായന സ്ഥലമായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത്. പല മതക്കാരും വളരെ സൗഹാർദ്ദത്തോടുകൂടെ അവിടെ ജീവിച്ചിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നാടാണ് എത്യോപ്യ. നമ്മൾ നേരത്തെ ബിലാൽ തങ്ങളുടെ ചരിത്രത്തിൽ പറഞ്ഞ സംഭവങ്ങളാണ്. അങ്ങനെയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ അവിടേക്ക് പറഞ്ഞയക്കുന്നതും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജാഫർ റളിയല്ലാഹു അൻഹുവിന് വെറും 20കളിലാണെന്ന് പ്രായം. 20 വയസ്സ് മാത്രമുള്ള ആ സ്വഹാബിയാണ് യാത്രാ സംഘത്തിൻ്റെ തലവനായിക്കൊണ്ട്, അവരുടെ സ്പോക്സ് പേഴ്സൺ ആയിക്കൊണ്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ഭരണാധികാരിയായിട്ട് സംസാരിക്കാനൊക്കെ ഉള്ള ആളായിട്ട് പ്രവാചകൻ നിയോഗിക്കുന്നത് ജാഫർ റളിയല്ലാഹു അൻഹുവിനെയാണ്. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നടത്തുന്ന ഒരു കോൺഫിഡൻസ് കൂടെ നമ്മൾ ചിന്തിക്കണം. കാരണം തൻ്റെ പ്രബലരായ അല്ലെങ്കിൽ വലിയൊരു സംഘത്തെ തന്നെ, മക്കയിൽ അന്ന് വളരെ കുറഞ്ഞ ആളുകളെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളൂ, അതിൽ നിന്ന് വലിയൊരു ശതമാനം ആളുകളെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയൊരു വെല്ലുവിളി അവിടെ ഏറ്റെടുക്കുകയാണ്. കാരണം ആ സംഘത്തെ, അവിടെ എത്തിയ സംഘത്തെ ആരെങ്കിലും കൊന്നുകളയുകയോ അവരെ ഇല്ലാതാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇസ്ലാമിലുണ്ടായിരുന്ന വലിയൊരു ജനസംഖ്യ അവിടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വലിയൊരു വെല്ലുവിളി കൂടിയാണ് ഏറ്റെടുക്കുന്നത്. അവരെ എങ്ങാനും ആ നാട്ടുകാർ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ നിന്നും ആളുകൾക്ക് അങ്ങോട്ട് ചെല്ലാമല്ലോ, ഇസ്ലാമിന് അവിടെ ഒരു നല്ലൊരു സ്ഥാനം അല്ലെങ്കിൽ ഒരു സ്ഥലം ആയിട്ട് ഇസ്ലാമിനത് കിട്ടുമല്ലോ എന്നതൊക്കെ അടങ്ങിയ ഒരുപാട് തന്ത്രപ്രധാനമായ കാര്യം കൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിൻ്റെ പിന്നിലൂടെ തീർക്കുന്നുണ്ട്. അങ്ങനെയാണ് ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ ആ സംഘത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്സീനിയയിലേക്ക് പലായനം നടത്തുന്നത്. അങ്ങനെ ജാഫർ റളിയല്ലാഹു അൻഹുവും തൻ്റെ കീഴിലുണ്ടായിരുന്ന 80ഓളം അല്ലെങ്കിൽ 100-നടുത്തുള്ള ആളുകൾ അവർ അബ്സീനിയയിലേക്ക് എത്തുകയും അവരവിടെ താമസം തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഈ വാർത്ത ഖുറൈശികൾ അറിയുന്നത്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വേദനയോടെയായിരുന്നു ആ വാർത്ത അവർ കേൾക്കുന്നത്. കാരണം മുസ്ലിങ്ങളും വലിയൊരു ശതമാനം ആളുകൾ ഇവിടെ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയി കഴിഞ്ഞ് അവിടെ അവർ തമ്പടിക്കുകയും അവിടെ അവർക്ക് താമസത്തിനുള്ള സൗകര്യവും ഒരുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാലത്ത് അവരവിടെ വളർന്ന് വലുതായി കഴിഞ്ഞ് ഖുറൈശികളെ ഇവിടെ വന്നിട്ട് ആക്രമിക്കും, അവരെ കീഴ്പ്പെടുത്തും, മക്ക മുസ്ലിങ്ങളുടെ കയ്യിലാവും എന്ന വലിയൊരു പേടി ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും അബ്സീനിയയിൽ അവർക്ക് സമാധാനം നൽകരുത്, അവരെ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരണം എന്നത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അബ്ദുല്ലാഹിബിൻ അബി റബിയ, അമ്ർ ബിൻ ആസ് എന്നീ 2 ആളുകളെ
അവരക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അവരെ എവിടെ നിന്ന്, അബിസീനിയയിൽ നിന്ന് ഈ മുസ്ലിങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഖുറൈശികൾ പറഞ്ഞയക്കുന്നത്. ഇവർ രണ്ടുപേരും സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ അത്രയും അഗ്രഗണ്യരായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു നാട്ടിലെ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് ഇവരെ പറഞ്ഞയക്കുമ്പോൾ ഖുറൈശികൾ ഇവർ രണ്ടുപേരും തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇവർ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ കൊണ്ട്, ചരിത്രം പറയുന്നുണ്ട്, ലെതറുകൾ കൊണ്ടുണ്ടാക്കിയ, ഒട്ടകത്തിൻ്റെ തൊലികൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ ഒരുപാട് വസ്തുക്കൾ, വളരെ വലിയ സമ്പത്തുകൾ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സമ്മാനങ്ങളുമായിട്ടാണ് അവർ നജ്ജാശിയെ കാണാൻ വേണ്ടിയിട്ട് അബിസീനിയയിലേക്ക് ചെല്ലുന്നത്. ഇവർ രണ്ടുപേരും അതിന് കാര്യമായിട്ട് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നേരിട്ട് രാജാവിൻ്റെ അടുത്തേക്കോ കൊട്ടാരത്തിലേക്കോ അല്ല അവർ ചെന്ന് കയറുന്നത്. ഇവരെ ഖുറൈശികൾ പറഞ്ഞേക്കുന്നതിൻ്റെ പിന്നിൽ തന്നെ ഇവരുടെ തന്ത്രവും അവരുടെ സംസാര ശേഷിയൊക്കെ ആയിരുന്നു. അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യമായിരുന്നു. ഇവർ ആദ്യമായിട്ട് ചെല്ലുന്നത് കൊട്ടാരത്തിലൊക്കെ താമസിക്കുന്ന മന്ത്രിമാരുടെയും പ്രമുഖരായ രാജാവിൻ്റെ അടുത്ത ആളുകളുടെ അടുത്തേക്കാണ്. അവർക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട്, തങ്ങളുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, നാളെ ഞങ്ങൾ വന്നുകൊണ്ട് കൊട്ടാരത്തിൽ രാജാവിനോട് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ രാജാവിൻ്റെ അടുത്ത ആളുകളുമായിട്ട്, മന്ത്രിമാരുമായിട്ടാണ് ഇവർ ആദ്യമായിട്ട് വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. അടുത്ത ദിവസം ഇവർ രണ്ടുപേരും, അബ്ദുല്ലാഹി ബിൻ അബി റബിയയും അമർ ബിൻ ആസും, കൊട്ടാരത്തിൽ വന്നുകൊണ്ട് നജ്ജാശിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് ആളുകൾ ഇവിടെ വന്നിട്ട് താമസിക്കുന്നുണ്ട്, അവർക്ക് സത്യത്തിൽ ഭ്രാന്താണ്, അവർ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല, ഞങ്ങളുടെ മതം അവർ വിശ്വസിച്ചിട്ടില്ല, ഇവിടെ വന്നിട്ട് നിങ്ങളുടെ മതം അവർ സ്വീകരിച്ചിട്ടില്ല, അവർ പുതിയൊരു മതം സൃഷ്ടിക്കുകയും അതിനൊരു പ്രവാചകനുണ്ട് എന്നൊക്കെ കള്ളപ്രവാചകനായിട്ട് ഒരാളെ വാദിക്കുകയും ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു നിലക്കും അവരെ നിങ്ങളിവിടെ നിർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നജ്ജാശിയോട് അവർ ആ സംസാരം അവസാനിപ്പിക്കുന്നത്. ഉടനടി തലേ ദിവസം അവർ പറഞ്ഞ് തീരുമാനിച്ചതുപോലെ മന്ത്രിമാരും രാജാവിൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, രാജാവേ, അവർ പറഞ്ഞത് ശരിയാണ്, കുറച്ച് ആളുകൾ എത്തിയിട്ടുണ്ട്, നമുക്ക് അവരെ പറഞ്ഞയക്കുന്നതാണ് നല്ലത് എന്ന് അവർ വാങ്ങിയ സമ്മാനത്തിനും പ്രതിഫലത്തിനും ഒക്കെ പകരമായിക്കൊണ്ട് അവർ ആ വാക്കുകളവിടെ പറയുന്നു. പക്ഷേ നജ്ജാശിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നീതിമാനായ മനുഷ്യനായിരുന്നു, വളരെ നീതിയോടുകൂടെ പെരുമാറുന്ന ഭരണാധികാരിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ആ മനുഷ്യർ മറ്റാരെയും തിരഞ്ഞെടുക്കാതെ, അവരങ്ങനെയൊക്കെ ആയിക്കൊള്ളട്ടെ, അതൊന്നും പ്രശ്നമല്ല, പക്ഷേ മറ്റൊരു നാട്ടിലേക്ക് പോവാതെ അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നെയാണ്. അതുകൊണ്ട് അവരുടെ ഭാഗത്തിൽ നിന്ന് അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിയാതെ അവരെ നിങ്ങളോടൊപ്പം പറഞ്ഞയക്കുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ട് അവരുടെ നേതാവിനെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നതാണ് അവരോട് പറയുന്നത്. ഉടനടി മുസ്ലിങ്ങൾ ഈ വാർത്ത അറിയുന്നു, അവർ ഭയപ്പെടുന്നുണ്ട്, എന്താണ് കൊട്ടാരത്തിൽ പോയിട്ട് പറയുക എന്നറിയില്ല. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിച്ച ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ ധീരമായിക്കൊണ്ട് തന്നെ ധൈര്യസമേതം അടുത്ത ദിവസം കൊട്ടാരത്തിലേക്ക് കടന്നു വരികയാണ്. അടുത്ത ദിവസം കൊട്ടാര സമയം ആരംഭിക്കുമ്പോൾ എല്ലാവരും ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് രാജാവ് അവിടേക്ക് പ്രവേശിക്കുന്നു. എല്ലാവരും തല കുനിച്ചുകൊണ്ട് രാജാവിനെ ബഹുമാനത്തോടുകൂടെ വണങ്ങുമ്പോൾ ഒരാൾ മാത്രം താൻ ഉയർത്തിപ്പിടിച്ച തല ഒന്ന് ചരിക്കുക പോലും ചെയ്യാതെ ആത്മാഭിമാനത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് രാജാവ് കാണുന്നത്. രാജാവിനെ ധിക്കരിക്കുന്ന മക്കയിൽ നിന്ന് വന്ന ഇയാളെ, അവരുടെ മുസ്ലിങ്ങളുടെ നേതാവിനെ അവിടെ കൂടിയിരിക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. എന്തൊരു ധിക്കാരിയാണ് അദ്ദേഹം. രാജാവ് ചോദിക്കുമ്പോൾ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, അള്ളാഹുവിനല്ലാതെ, ഏകനായ എൻ്റെ ദൈവത്തിനല്ലാതെ ഒരാളുടെ മുന്നിലും തലകുനിക്കരുത് എന്നാണ് എൻ്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് രാജാവിനോട് പറയുന്നത്. ആ സമയത്ത് തന്നെ രാജാവ് ഞെട്ടിപ്പോകുന്നു. രാജാവ് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളുടെ പ്രവാചകൻ, എന്താണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ മനോഹരമായിട്ട് ദീനിനെ നജാശി രാജാവിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ ബുദ്ധിശൂന്യരായ ആളുകളായിരുന്നു രാജാവേ, ഞങ്ങൾ ശവം തിന്നുന്ന, അതിഥികളെ ബഹുമാനിക്കാത്ത, അയൽക്കാരെ സ്നേഹിക്കാത്ത, പരസ്പരം കൊലവിളികളും യുദ്ധങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുടിപ്പിക്കുന്ന അവസ്ഥയിലൂടെയായിരുന്നു ഞങ്ങളിങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നത്. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയായിരുന്നു. ആ സമയത്താണ് അള്ളാഹു ഞങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ അയക്കുന്നത്. ആ പ്രവാചകനെ, അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഞങ്ങൾക്കറിയാം, സത്യസന്ധനായ അൽ അമീനായ പ്രവാചകൻ. ജനിച്ചിട്ട് അദ്ദേഹം ഇന്നേ വരെ ഒരു കളവ് പോലും ആരോടും പറഞ്ഞിട്ടില്ല. ആ പ്രവാചകനാണ് ഞങ്ങളെ പുതിയൊരു മതത്തിലേക്ക് ക്ഷണിക്കുന്നത്. ആ മതം ഞങ്ങളോട് കൽപ്പിക്കുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം, എല്ലാവരെയും സ്നേഹിക്കണം, അതിഥികളെ ബഹുമാനിക്കണം, അവർക്ക് നല്ല ഭക്ഷണങ്ങൾ നൽകണം, അയൽക്കാരെ സ്നേഹിക്കണം, അവരോട് മാന്യമായ രീതിയിൽ പെരുമാറണം,
ഏകനായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊന്നുകളയരുത്, അനാവശ്യമായി ഒരാളെയും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന നല്ല കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ അയാളെ കളവാക്കുക? മാത്രമല്ല ഏകദൈവ വിശ്വാസത്തിലേക്ക് അദ്ദേഹം ഞങ്ങളെ ക്ഷണിക്കുന്നുണ്ട്. നിങ്ങൾ നോമ്പ് നോൽക്കണം, നിസ്കരിക്കണം, ഹജ്ജ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത്. തുടങ്ങിയ ഇസ്ലാമിനെ അതിമനോഹരമായിട്ട് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശിക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നജ്ജാശി അത് കേട്ടതോടുകൂടെ ആ ഇസ്ലാമിൽ, ആ ദീനിൽ വളരെ ആകൃഷ്ടനാവുന്നുണ്ട്. മാത്രമല്ല ജാഫർ റളിയല്ലാഹു അൻഹു വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതോടുകൂടെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന 2 ദൂതന്മാരില്ലേ മക്കയിൽ നിന്ന് വന്ന, അവരുടെ കൂടെയുള്ള ഖുറൈശികൾ ഞങ്ങളെ ക്രൂരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി രാജാവേ. അതുകൊണ്ടാണ് ഇബാദത്തിനുള്ള, ആരാധന കർമ്മങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമൊക്കെ തേടിയിട്ട് സംരക്ഷണമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. മറ്റാരെക്കാളും ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വളരെ മനോഹരമായിട്ട് ഇസ്ലാമിനെ പറ്റിയും സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെ പറ്റിയൊക്കെ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെ അവതരിപ്പിക്കുന്നു. അതോടുകൂടെ നജ്ജാശി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ പ്രവാചകൻ കൊണ്ടുവന്ന ആ ഖുർആനിൽ നിന്ന് എനിക്കെന്തെങ്കിലുമൊക്കെ പാരായണം ചെയ്തു തരുമോ? അവിടെയും ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വളരെ ബുദ്ധിയോടെയാണ് പെരുമാറുന്നത്. ഖുർആനിലെ സൂറത്തുൽ മറിയമിൽ നിന്നുള്ള ഏതാനും വാക്യങ്ങൾ അവിടെ പാരായണം ചെയ്തു കൊടുക്കുന്നു. നജാശി രാജാവ് അടക്കമുള്ള അവരുടെ നാട് ക്രിസ്ത്യൻസാണ്, ക്രിസ്തു മതത്തിൽ ആരാധിക്കുന്ന ആളുകളാണ്. അവർക്ക് മുന്നിൽ അവരുടെ മറിയം ബീവിയെ പറ്റിയുള്ള ആ സൂറത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് ഓതിക്കൊടുക്കുന്നത്. അതോടുകൂടെ നജ്ജാശിക്ക് ആ കേട്ടതിലും ആ മതത്തിലേക്ക് അത്രമേൽ ആകൃഷ്ടനാവുന്നു. ആ ഖുർആനിക സൂക്തങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങൾ പോലും കരഞ്ഞു നനഞ്ഞുപോയി എന്നുള്ളതാണ് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ പറയുന്നത്. അവിടെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാർ മുഴുവനും കരയുന്നുണ്ട്. അവർ പറയുന്നു, ഈസയിലേക്കും മൂസയിലേക്കും വന്ന അതേ പ്രകാശത്തിൽ നിന്ന് തന്നെയാണ്, അതേ വിളക്കിൽ നിന്ന് തന്നെയാണ് ഈ നിങ്ങൾ പറയുന്ന മുഹമ്മദിലേക്കും പ്രകാശം വരുന്നത് എന്ന മനോഹരമായ വാക്യം അവരവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഉടനടി ഈ അംർ ബിൻ ആസിനെയും അബ്ദുല്ലാഹി ബിൻ അബി റബിയയും മക്കയിലേക്ക് തന്നെ നജ്ജാശി ആട്ടി ഓടിക്കുകയാണ്. അവർ കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ അവരിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു, അതുമായിട്ട് കൊണ്ടുപോകാൻ പറയുന്നു. അങ്ങനെ അവർ നാണക്കേടോടുകൂടെ ആ സമ്മാനങ്ങളൊക്കെ ആയിട്ട് കൊട്ടാരത്തിൽ നിന്ന് പടിയിറങ്ങുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ഒരു അടവ് കൂടെ പ്രയോഗിക്കാൻ അവർ തുനിയുകയാണ്. കാരണം നമ്മൾ സൂചിപ്പിച്ചു, വളരെ ബുദ്ധിമാന്മാരായ ആളുകളാണ് അവർ രണ്ടുപേരും. അതുകൊണ്ട് ഒരു ശ്രമം കൂടെ നടത്താൻ അവർ മുതിരുകയാണ്. അടുത്ത ദിവസം അവരുടെ കൊട്ടാരത്തിൽ നിന്ന് പറയുന്നത്, നിങ്ങൾ ഇവരെ സംരക്ഷിക്കുന്ന മുസ്ലിങ്ങളില്ലേ, അവരെ പറ്റി നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന മറിയം, അവരുടെ പുത്രനായ ഈസ, പരിശുദ്ധാത്മാവ്, അവരെ പറ്റിയൊക്കെ ഈ മുസ്ലിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കുക. നിങ്ങൾ ദൈവമായിട്ട് കൊണ്ടു നടക്കുന്ന ഈസാ നബിയെ ആ ദൈവത്തിൻ്റെ ദൂതനായിട്ടാണ് കാണുന്നത് എന്ന ഇസ്ലാമിക പ്രമാണം ആ നജ്ജാശിക്ക് മുന്നിൽ അവർ അവതരിപ്പിക്കുന്നു. ഉടനടി രാജാവ് ദൂതന്മാരെ വിളിച്ചുകൊണ്ട് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയും മുസ്ലിങ്ങളെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയാണ്. ഈ വാർത്ത അറിഞ്ഞതോടെ അവരൊക്കെ ഭയപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ് നജ്ജാശിക്ക് മുന്നിൽ പറയുക എന്നറിയില്ല. അവർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നു, എന്താണോ നമ്മെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അത് സത്യസന്ധമായിട്ട് അവതരിപ്പിക്കുക, അതിൽ നിന്ന് നമുക്ക് എന്താണ് വരാനുള്ളത് അതുപോലെ സംഭവിക്കട്ടെ എന്ന വളരെ ആത്മവിശ്വാസത്തോടുകൂടെയാണ് ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നതും. അവിടെ എത്തിയപ്പോൾ നജാശി രാജാവ് ചോദിക്കുന്നുണ്ട്, ഈസയെപ്പറ്റി എന്താണ് നിങ്ങളുടെ ഗ്രന്ഥവും നിങ്ങളുടെ പ്രവാചകനൊക്കെ ഞങ്ങളോട് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിൻ്റെ ദൂതനാണ് എന്നും അദ്ദേഹം ദിവ്യാത്മാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയിലേക്ക് നൽകിയ കുഞ്ഞാണ് എന്നും അങ്ങനെ പറഞ്ഞ കുഞ്ഞ് പിന്നീട് ഇസ്ലാമിലെ പ്രവാചകനായിട്ട് മാറുന്നു, അദ്ദേഹം റസൂലാണ് എന്ന കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാര്യങ്ങളാണ് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി എന്താണോ ഖുർആൻ പറയുന്നത് അതുപോലെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്നു. അത് കേട്ടതോടുകൂടെ നജ്ജാശി തൻ്റെ തായിൽ നിന്നും ഒരു മരക്കഷ്ണം എടുത്തുകൊണ്ട്, ഒരു ചുള്ളിക്കമ്പ് എടുത്തുകൊണ്ട് പറയുന്നു, നിങ്ങൾ പറഞ്ഞത് ഇത്രത്തോളം മാറ്റമില്ലാതെ അത്രത്തോളം സത്യസന്ധമായ കാര്യമാണ് എന്ന്. ഉടനടി അവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകളൊക്കെ ശബ്ദം ഉണ്ടാക്കാനും കോലാഹലങ്ങൾ ഉണ്ടാക്കാനൊക്കെ തുടങ്ങുന്നു. നജ്ജാശി അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. നജ്ജാശിയുടെ മനസ്സ് അപ്പോഴേ മാറിക്കഴിഞ്ഞിരുന്നു ആ ഖുർആനിക സൂക്തങ്ങൾ കേട്ടതോടുകൂടെ. പിന്നീട് ആ നജ്ജാശി രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയും ജാഫർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടുവരികയും എന്നിട്ട് പറയുന്നുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി തരാൻ പറയുന്നു. ആ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അടങ്ങിയ ആ പേപ്പർ അദ്ദേഹം തൻ്റെ വസ്ത്രത്തിൻ്റെ നെഞ്ചിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കുകയും പിന്നീട് തൻ്റെ നാട്ടിലേക്ക് ചെല്ലുകയും ആ നാട്ടുകാർ
നാട്ടുകാരോട് ചോദിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾക്ക് വിശ്വാസമില്ല, എന്നെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആ സമയത്ത് ആളുകൾ പറയുന്നു, അങ്ങേ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അങ്ങ് നീതിമാനാണ്, പക്ഷേ അങ്ങേപ്പറ്റി അങ്ങ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് പലതരത്തിലുള്ള കിംവദന്തികൾ നാട്ടിൽ പരന്നു നടക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ് ചോദിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ നെഞ്ചിൽ കവിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ ഇതിൽ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന്. ആ സമയത്ത് തൻ്റെ മുന്നിൽ കൂടിയിരിക്കുന്ന ആളുകൾ കരുതുന്നത് അവരവരുടെ മതത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അടങ്ങിയ ഷഹാദത്ത് കലിമ അടക്കമുള്ള കാര്യങ്ങൾ തൻ്റെ നെഞ്ചിൽ എഴുതി വെച്ചിട്ട് അത് തൊട്ടിട്ടാണ് നജ്ജാശി പറയുന്നത്, ഇതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന്. അങ്ങനെ അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ആ നാടിൻ്റെ അസന്തുലിതാവസ്ഥയെ തകർക്കുന്ന, അല്ലെങ്കിൽ ആ രാജ്യഭരണം തകർത്ത് കളയുന്ന, ഇസ്ലാമിനെ വളരാനുള്ള ഒരു മണ്ണ് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക്, തൻ്റെ രാജാധികാരം നഷ്ടപ്പെടുന്ന തരത്തിലേക്കൊന്നും നജ്ജാശി കാലെടുത്ത് വെക്കുന്നില്ല. പക്ഷേ തൻ്റെ ഇസ്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ആദ്യകാലത്ത് നജ്ജാശി ഇസ്ലാം സ്വീകരിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് പിന്നീട് കത്തിടപാടുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ആ നജ്ജാശി മരിക്കുന്ന വേളയിലാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നത് മദീനയിൽ നിന്നുകൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓയിബായിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന രണ്ട് ആളുകൾ ചരിത്രത്തിലുള്ളൂ. അതൊന്ന് ഈ നജ്ജാശി രാജാവാണ്. കാരണം ഇസ്ലാമിന് അത്രത്തോളം സഹായങ്ങൾ നജ്ജാശി രാജാവ് ചെയ്തത് കൊണ്ട് തന്നെയാണത്. മറ്റൊന്ന്, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ പള്ളി അടിച്ചു വാരിയിരുന്ന, ആരും ശ്രദ്ധിക്കാനില്ലാത്ത, ഭംഗിയില്ലാത്ത ആ സ്ത്രീയാണ്. പ്രവാചകൻ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ആ സ്ത്രീ മരിച്ചു, സ്വഹാബത്ത് പ്രവാചകനെ വിളിക്കാതെ അവിടുത്തെ ഉറക്കം ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ആ സ്ത്രീയുടെ കബറടക്ക ചടങ്ങുകൾ കഴിക്കുന്നു. പക്ഷേ അടുത്ത ദിവസം പള്ളിയിൽ വന്നപ്പോൾ ഈ സ്ത്രീയെ ദിവസങ്ങളായിട്ട് കാണാതായപ്പോൾ പ്രവാചകൻ സ്വഹാബത്തിനോട് അന്വേഷിക്കുന്നു, ആ സ്ത്രീ എവിടെയാണ് എന്ന്. സ്വഹാബത്ത് പറയുന്നു, ആ സ്ത്രീ മരിച്ചുപോയി നബിയെ. ഉടനടി പ്രവാചകൻ സ്വഹാബത്തിനോട് ദേഷ്യപ്പെടുകയാണ്, എന്തേ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് സ്വഹാബ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. അവിടുത്തെ ഉറക്കം ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നബി എന്ന് പറഞ്ഞപ്പോൾ നബി ആ സ്ത്രീയുടെ ഖബറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ എത്രയോ സ്വഹാബത്ത് വിദൂര നാടുകളിലൊക്കെ പോയിട്ട് ഷഹീദായിട്ട് അവർക്കൊന്നും വേണ്ടി പ്രവാചകൻ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ല, വായിബായ മയ്യത്ത് നിസ്കാരം നടത്തിയിട്ടില്ല. ഈ രണ്ട് ആളുകൾക്കാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിബായിട്ടുള്ള മയ്യത്ത് നിസ്കരിക്കുന്നത്. അത് ഈ നജ്ജാശി രാജാവിനാണ്. അത്രമേൽ സഹായങ്ങൾ ആദ്യകാലത്ത് പലായന വേളയിലൊക്കെ ഇസ്ലാമിന് വേണ്ടിയിട്ടും മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ നജ്ജാശി രാജാവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള കാരണം. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. മനോഹരമായ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നതിലും ആദ്യമായിട്ട് പുറം നാട്ടിലെ മക്കയിലുണ്ടായിരുന്ന വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം ഇടയിലുണ്ടായിരുന്ന ഇസ്ലാമിനെ മറ്റൊരു നാട്ടിലെ അവരുടെ രാജാവിന് മുന്നിൽ അവതരിപ്പിക്കാനും ആ രാജാവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനൊക്കെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നടത്തുന്ന മനോഹരമായ ശ്രമവും ആ ശ്രമത്തിൽ അത്യധികം വിജയിക്കുന്ന ജഅഫർ റളിയല്ലാഹു അൻഹുവിനെയുമാണ് ചരിത്രം നമ്മോട് പറഞ്ഞു വെക്കുന്നത്. ചരിത്രം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പ്രവാചകൻ്റെ ചരിത്രം വായിക്കുമ്പോൾ അവിടെ ഒന്നും നമ്മൾ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല എന്നുള്ളതാണ്. കാരണം അദ്ദേഹം 14 വർഷം ഈ അബ്സീനിയയിൽ തന്നെയാണ് അവിടുത്തെ പ്രബോധന പ്രവർത്തനങ്ങളും അവിടെയുള്ള ആളുകളുടെ ക്രോഡീകരിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയൊക്കെ ആയിട്ട് അത്രയും കാലം അബ്സീനിയയിൽ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഹിജറയാവട്ടെ, അല്ലെങ്കിൽ ബദർ യുദ്ധമാകട്ടെ, ഉഹദ് യുദ്ധമാകട്ടെ, ഹന്തക്കാവട്ടെ, അവിടെ ഒന്നും ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കാണുന്നില്ല. ഖൈബർ കീഴടക്കി വരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയപ്പോഴാണ് അവിടെ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള വാർത്ത പ്രവാചകനെ തേടി എത്തുന്നത്. പ്രവാചകൻ വളരെ സന്തോഷത്തോടു കൂടെയാണ് ഖൈബർ കീഴടക്കിക്കൊണ്ട് ആ വിജയവുമായിട്ട് മദീനയിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ജഅഫർ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്തയും പ്രവാചകൻ അറിയുന്നത്. ഉടനടി പ്രവാചകൻ ചോദിക്കുന്നത്, ഞാൻ ഏതിലാണ് കൂടുതൽ സന്തോഷിക്കേണ്ടത് എന്ന് എനിക്ക് അറിയുന്നില്ല. ഖൈബർ കീഴടക്കുന്നത് പോലെ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ബന്ധു കൂടിയായ, എൻ്റെ അത്രയും പ്രിയപ്പെട്ട സന്തത സഹചാരിയായ ജഅഫർ തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്ത എന്നെ സന്തോഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും അവിടുത്തെ കണ്ണുകൾ ചുംബിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ വികാരാതീതമായ കാഴ്ച ഖൈബർ യുദ്ധ ശേഷമാണ് നടക്കുന്നത്. ആ കാലയളവിലാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. തൻ്റെ 24-25 വയസ്സ് കാലയളവിലാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അബ്സീനിയയിലേക്ക് പോകുന്നത്. പിന്നീട് ആ 10-14 വർഷങ്ങൾ അവിടെ താമസത്തിന് ശേഷം പിന്നീട് മദീനയിലേക്കാണ് ജഅഫർ തങ്ങൾ തിരിച്ചു വരുന്നത്. പിന്നീടുള്ള കാലം അദ്ദേഹം മദീനയിൽ തന്നെയാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന് 3 മക്കളായിരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു ജഅഫർ, മുഹമ്മദ് ബിൻ ജഅഫർ, അതേപോലെ ഔൻ ബിൻ ജഅഫർ തുടങ്ങിയ 3 മക്കളായിരുന്നു. അദ്ദേഹത്തിന് അബ്സീനിയയിൽ നിന്ന് പിറക്കുന്ന മക്കളായിരുന്നു അത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരഘടനയായിട്ട് അത്രയും സാമ്യം ഈ ജഅഫർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു.
കാഴ്ച കുറഞ്ഞ സ്വഹാബിമാരൊക്കെ ഈ ജാഫറിനെ കാണുകയാണെങ്കിൽ പ്രവാചകനാണ് ഇത് എന്ന് പലപ്പോഴായിട്ട് തെറ്റിദ്ധരിച്ചു പോയതൊക്കെ ആയിട്ട് ചരിത്രത്തിൽ പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അബുൽ മസാക്കീൻ എന്നതായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കാരണം പാവപ്പെട്ട ദാരിദ്ര്യം അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട്, അവർക്ക് ഒരു നേരത്തെ കരുതലായിക്കൊണ്ടൊക്കെ ജാഫർ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെയുണ്ട്. അസ്ഹാബ് സുഫയുടെ കഥയെ നമ്മൾ പറയുമ്പോൾ അവിടെ ഏറ്റവും നമ്മൾ മനോഹരമായിട്ട് വായിക്കുന്നത് ജാഫർ റളിയല്ലാഹുവിൻ്റെ കഥയാണ്. ഇശാ നമസ്കാര ശേഷം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരുടെ മുന്നിലേക്ക് തിരിഞ്ഞുകൊണ്ട് പട്ടിണി പാവങ്ങളായ പ്രവാചകൻ്റെ കൂടെ ജീവിക്കുന്ന അസ്ഹാബ് സുഫയിലേക്ക് ചോദിക്കുകയാണ്, ഈ അസ്ഹാബ് സുഫയുടെ ആളുകളെ ആർക്കെങ്കിലും ഇന്ന് രാത്രി ഭക്ഷിപ്പിക്കാൻ പറ്റുമോ? ഉടനടി ജാഫർ റളിയല്ലാഹു അൻഹു വരുന്നു. 70ഓളമുള്ള ആളുകളിൽ നിന്ന് തന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ആളുകളെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അസ്ഹാബ് സൂഫയെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ അത്രമേൽ കരുതലോടെ സൂക്ഷിച്ചിരുന്ന സ്വഹാബിയായിരുന്നു ജാഫർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോരുത്തരെയും അസ്ഹാബ് സൂഫയിൽപ്പെട്ട ഓരോ ആളുകളെയും പല സ്വഹാബിമാരുടെ വീട്ടിലേക്കും പ്രവാചകൻ പറഞ്ഞയക്കുമായിരുന്നു. അതിൽ കൂടുതൽ ആളുകളെ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഭക്ഷിപ്പിക്കുന്നത് ഈ ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പിന്നീട് അബുൽ മസാക്കീൻ, പാവപ്പെട്ടവരുടെ പിതാവ് എന്ന പേരിലൂടെ പിന്നീട് അറിയപ്പെടുന്നത്. ചരിത്രം പിന്നീട് നമ്മൾ വായിക്കുന്നത് മുഅ്ത യുദ്ധത്തിൻ്റെ വേളയിലാണ്. അത്രമേൽ വികാരാതീതമായ ചരിത്രമാണ് മുഅ്ത യുദ്ധത്തിന് നമ്മോട് പറയാനുള്ളത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് പറഞ്ഞേക്കുന്നതിന് മുൻപ് പ്രവാചകൻ അവരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഞാൻ ഈ സംഘത്തിൻ്റെ നേതാവായിട്ട് തീരുമാനിക്കുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുപുത്രൻ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ ഈ സീരീസിലൂടെ മുന്നിട്ട് അവതരിപ്പിച്ചതാണ്. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെങ്ങാനും ഷഹീദാവുകയാണെങ്കിൽ പിന്നീട് സംഘത്തിൻ്റെ നേതാവാക്കേണ്ടത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും പറ്റിയാൽ അബ്ദുല്ലാഹി ഇബ്നു റവാഹയാണ് പിന്നീട് സംഘത്തിൻ്റെ നേതാവാകേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധത്തിന് മുന്നേ ഒരു ഹിന്റ് കൊടുക്കുകയാണ്, ഇവർ 3 പേരും യുദ്ധത്തിൽ വെച്ച് ഷഹീദാവും എന്നുള്ളത്. ഇവർ 3 പേരും ഷഹീദായി കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരാൾ ഈ സംഘത്തിൻ്റെ നേതാവാകണം എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് വെറും 3000ഓളം വരുന്ന മുസ്ലിങ്ങൾ 1,00,000-ഓളം അല്ലെങ്കിൽ 2,00,000-ൻ്റെ അടുത്ത് അത്രയും വലിയ ആൾസംഖ്യമുള്ള ബൈസന്റൈൻ സംഘത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് മുഅ്തയിലേക്ക് പുറപ്പെടുന്നത്. വെറും 3000 ആളുകൾ 2,00,000-ഓളം വരുന്ന മുശ്രിക്കീങ്ങളുമായിട്ട്, ബൈസന്റൈനിന് പടയാളികളായിട്ട് യുദ്ധം ചെയ്യുക. ഒന്ന് വെറുതെ സങ്കല്പിച്ച് നോക്കുക. അത്രത്തോളം വലിയ സൈന്യമായിട്ടുള്ള യുദ്ധത്തിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ യുദ്ധത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ ഈ സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നു. ശേഷം ജഅഫർ തങ്ങൾ യുദ്ധത്തിൻ്റെ കൊടി ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലത് കൈ ശത്രുക്കളെ വെട്ടുന്നു. ആ സമയത്ത് ഇടത് കൈ ചേർത്ത് കൊടി പിടിക്കുകയാണ്. ഇടത് കൈയും വെട്ടുന്നു. ആ സമയത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പതാക വാനിലേക്ക് അയാൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പിന്നീട് ശത്രുക്കൾ കൂട്ടം കൂടി വന്ന് അദ്ദേഹത്തെ നടു പിളർത്തി കൊന്നുകളയുകയും ഇസ്ലാമിൻ്റെ കൊടി താഴെ വീഴാനിരിക്കുന്ന സമയത്താണ് പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു അബീ റവാഹ ആ സംഘത്തിൻ്റെ നേതാവായൊക്കെ ചെയ്യുന്നുണ്ട്. യുദ്ധചരിത്രം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഈ 3 പേരും കൊല്ലപ്പെട്ടതിന് ശേഷം പിന്നീട് ആ യുദ്ധത്തിൻ്റെ നേതാവായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നത് അല്പ ദിവസങ്ങൾക്ക് മുൻപ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധീരശൂര പരാക്രമിയായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എങ്ങനെയാണ് ഈ വെറും 3000 ആളുകൾ, അവരിൽ പലരും ആയുധത്തിൽ വെച്ച് ഷഹീദായിട്ടുണ്ട്. അത്രയും കുറഞ്ഞ ആൾബലമുള്ള ആ സംഘവുമായിട്ട് 2,00,000-ഓളം വരുന്ന ബൈസന്റൈൻ പടയാളികളുമായി യുദ്ധം ചെയ്ത് എങ്ങനെയാണ് ഈ കൊച്ചു സംഘം വിജയിച്ചത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു എന്ന തന്ത്രശാലിയായ നേതാവ് എങ്ങനെയാണ് ആ മുസ്ലിങ്ങളെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ഈ സീരീസിലൂടെ പറഞ്ഞു വെച്ചപ്പോൾ അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. കാണാത്ത ആളുകളൊക്കെ അത് കാണുക എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു. ഐഷ ബീവി പറയുന്നുണ്ട്, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ ഇരിക്കുമ്പോൾ പ്രവാചകന് വഹി മുഖേന ലഭിക്കുകയാണ്. യുദ്ധത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രിയപ്പെട്ട വളർത്തുപുത്രനായിരുന്ന സയ്യിദ് ബിൻ ഹാരിസ യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടുണ്ട്. ഉടനടി ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുന്ന അത്രമേൽ വികാരാതീതമായ ഒരു കാഴ്ചയുണ്ട്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഭാര്യ, മൂത്ത യുദ്ധം കഴിഞ്ഞ ആളുകൾ തിരിച്ചു വരുന്ന വാർത്തയാണ് ഭാര്യ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് യുദ്ധത്തിന് പോയ തൻ്റെ പ്രിയതമനെ സ്വീകരിക്കാൻ വേണ്ടി ഊഷ്മളമായ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി, മനോഹരമായ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ്, മക്കളെയൊക്കെ ഒരുക്കി അത്രമേൽ സ്നേഹത്തോടെ തൻ്റെ പ്രിയതമനെ കാത്തിരിക്കുന്ന ഭാര്യയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ജാഫർ തങ്ങളുടെ ഭാര്യയായിരുന്ന അസ്മാ ബീവി വീട്ടിലെ സുഗന്ധമൊക്കെ ഉപയോഗിച്ച് അത്രയും മനോഹരമാക്കി ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ്.
തൻ്റെ യുദ്ധം കഴിഞ്ഞ് വരുന്ന യുദ്ധത്തിൻ്റെ നേതാവായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട ജാഫർ റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുന്നില്ല എങ്ങനെയാണ് തൻ്റെ പ്രിയതമൻ ഇനി തിരിച്ചു വരുന്നില്ല, അവർ ഈ യുദ്ധത്തിൽ വെച്ച് ഷഹീദായി എന്ന് ഇത്രമേൽ സ്നേഹത്തോടെ നിൽക്കുന്ന ഈ ഭാര്യയോട് ഞാൻ എങ്ങനെയാണ് പറയുക എന്നത് പ്രവാചകന് മുന്നിൽ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. പ്രവാചകൻ ആ മക്കളെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. 3 മക്കളെയും വിളിച്ചു എത്തുകൊണ്ട് അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. മക്കൾ പ്രവാചകനെ കണ്ട സന്തോഷത്തിൽ പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. കാരണം അവരുടെ പിതാവ് ദിവസങ്ങളായി നാട് വിട്ട് പോയിട്ട് യുദ്ധത്തിന് പോയതാണ്. അതിനുശേഷം അവർ തിരിച്ചു വരുന്ന വേളയാണ്. അതിനു വേണ്ടിയിട്ട് അവർ സന്തോഷിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങുന്നു. ആ മക്കളെ ചേർത്ത് പിടിച്ചപ്പോൾ എന്തു പറ്റി നബിയെ എന്ന് അസ്മാ ബീവി ചോദിക്കുമ്പോൾ പ്രവാചകൻ പറയുന്നത്, പ്രിയപ്പെട്ടവൻ യുദ്ധത്തിൽ ഷഹീദായ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. അതോടുകൂടെ അസ്മാ ബീവി അവിടെ നിന്നിട്ട് അലറിക്കരയുന്നുണ്ട്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുന്നില്ല എങ്ങനെയാണ് അവരെ സമാധാനിപ്പിക്കേണ്ടത് എന്ന്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്മാ ബീവിയോട് പറയുന്നുണ്ട്, കരയരുത് അസ്മാ, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ മാലാഖമാരുടെ കൂടെ അവിടെ സ്വർഗത്തിൽ പറന്ന് നടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ജാഫർ. അതുകൊണ്ട് നീ ഒരിക്കലും കരയരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ മാലാഖമാരോടുകൂടെ താമസിക്കുന്ന സന്തോഷ വാർത്തയാണ് ആ ഭാര്യയ്ക്ക് മുന്നിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി ആദ്യകാലത്തെ വിവാഹശേഷം തന്നെ നാട് വിട്ടുപോയി പലായനവുമായിട്ട് കഴിയേണ്ടി വന്ന അനുചരൻ പിന്നീട് മൂത്ത യുദ്ധത്തിൽ ഷഹീദാവുന്നു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ സ്വർഗീയ ആരാമങ്ങളാണ് ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ ഓഫറായിട്ട് വെച്ച് നൽകുന്നത്. അത്രമേൽ വലിയ പ്രതിഫലങ്ങൾക്ക് ജാഫർ റളിയല്ലാഹു അൻഹു അർഹമാകുന്നു. ജാഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗശേഷം പിന്നീട് അസ്മാ ബിൻത് ഉമൈർ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത് ഖലീഫയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. അവരിൽ നിന്നൊരു മകൻ ഉണ്ടാവുന്നുണ്ട്. ആ മകൻ അവർ പേര് നൽകുന്നത് മുഹമ്മദ് എന്നാണ്. ജാഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുണ്ടാവുന്ന മകനും അവർ പേര് നൽകുന്നത് മുഹമ്മദ് എന്നാണ്. അബൂബക്കർ തങ്ങളിൽ നിന്നുണ്ടാവുന്ന മകൻ അവർ പേര് നൽകുന്നത് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്ന പേരിൽ 2 മക്കളാണ് അസ്മാ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഉണ്ടാകുന്നത്. പിന്നീട് അബൂബക്കർ തങ്ങൾ വഫാത്താവുന്നു. പിന്നീട് ആ വിധവയായ ആ സ്ത്രീയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവർ വിവാഹം ചെയ്യുന്നത് അലി റളിയല്ലാഹു അൻഹുവാണ്. ഫാത്തിമ ബീവിയുടെ വിയോഗശേഷം വളരെ വേദനയിൽ കഴിയുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. ഇസ്ലാമിന് വേണ്ടിയിട്ട് വളരെ വലിയ ത്യാഗങ്ങൾ ചെയ്ത ജഅഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വികാരാതീതമായ അത്രമേൽ ത്രസിപ്പിക്കുന്ന ചരിത്രമാണ് നമ്മളിന്നിവിടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൂടെ സ്വർഗത്തിൽ മാലാഖമാരോടുകൂടെ പറന്ന് കളിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കും കനിഞ്ഞേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഇതുപോലെ മനോഹരമായ ഒരു ചരിത്രവുമായി നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് ആശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.